ഹായ് ഫ്രണ്ട്സ്, ബജി മുളക് കൊണ്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കിയാലോ? ഒരു ടേസ്റ്റി വെറൈറ്റി ആയ കറിയാണ്. അപ്പോൾ കുറച്ച് തേങ്ങ, നിലക്കടല, കാഷ്യൂനട്ട്, ജീരകം, പട്ട, ഏലക്കായ, കുറച്ച് കുരുമുളകും കൂടി എടുക്കുക. അതെടുത്തിട്ട് നമുക്ക് അരയ്ക്കാനുള്ള സംഭവമാണ്. പിന്നെ നമ്മുടെ ബജിയുടെ മുളക് ഇങ്ങനെ വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ നിങ്ങളുടെ സൗകര്യം പോലെ മുറിച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ ഈ പട്ട, കുരുമുളക്, ഏലക്കായ എന്നൊക്കെ പറയുന്ന നമ്മളെല്ലാം മാറ്റി വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഒന്ന് ജസ്റ്റ് എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. അത് കഴിഞ്ഞ് മുറിച്ചോ ചിരവിയോ വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കാം. മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് അഥവാ കാഷ്യൂനട്ടും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് തേങ്ങയോടൊപ്പം ഇളക്കിയെടുക്കാം. അത് കഴിഞ്ഞ് ചെറുതായി ഒന്ന് ഇളക്കിയാൽ മതി. അത് കഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാൻ മാറ്റി വെച്ച ശേഷം നമുക്ക് അരച്ചെടുക്കാം. അതേ പാനിലേക്ക് തന്നെ നമ്മുടെ മുറിച്ച് വെച്ചിരിക്കുന്ന ബജിമുളക് കൂടെ ഇട്ടൊന്ന് ജസ്റ്റ് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്ത ശേഷം അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് ആവശ്യമായ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഐറ്റംസിൻ്റെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാം. നമ്മുടെ മുളക് ഇവിടെ ഏകദേശം വെന്ത് വരാനായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഉടച്ചു വിടുക. മുളക് നന്നായിട്ട് ഉടയുന്നതായിരിക്കും നല്ലത്. ഇനി നല്ല മൈ പോലെ അരച്ചെടുത്തിരിക്കുന്ന തേങ്ങ കൂടി അതിലേക്ക് ചേർത്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഈ മുളകിന് അധികം എരിവില്ല. ഇനി അഥവാ എരിവുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ അരപ്പ് ഉള്ള എരിവ് കൂടെ അതിൻ്റെ കുറച്ചെടുക്കും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് വെറൈറ്റി അല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ മറക്കരുത്. താങ്ക്